ഹലോ ഗെയ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്ളോഗ്, ഇതുവരെ ചെയ്യാത്തൊരു വ്ളോഗാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, നിറച്ചും വെള്ളമുള്ളൊരു സ്ഥലമാണ്. അപ്പം താമരക്കുണ്ട് എന്ന് പറയാം, താമരക്കുളം എന്ന് വേണേൽ പറയാം, കുണ്ടെന്ന് പറയാം നമുക്ക് വേണ്ടി. ഓക്കെ ഫൈൻ. അപ്പം ഈ കുളത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ നെയ്ച്ചിങ് ഉണ്ടാവും അല്ലേ? കണ്ടില്ലേ സാധനം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച സാധനം. അപ്പം നെയ്ച്ചിങ്ങനെ കളക്ട് ചെയ്യലാണ് ഇന്നത്തെ വ്ളോഗ്. എന്നിട്ട് ലാസ്റ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? കറി വെക്കും. കുറേ കിട്ടിയിട്ടുണ്ട്, കറി വെക്കും. ഇല്ലെങ്കിൽ നമ്മളെന്താക്കും? അതിലൊക്കെ നിറച്ചിടാം. വേറെന്താ ചെയ്യേണ്ടത്? നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ട് അവസ്ഥ. അപ്പോൾ ഇതാ അമ്മയും വെല്ലമ്മയൊക്കെ ഇവിടുന്ന് പൊറുക്കിക്കൊണ്ടിരിക്കുന്നത്. ആടെ നിന്ന് ഏട്ടാ നേരത്തെ പൊറുക്കിയ ഉണ്ടോ? ഇപ്പോൾ ഹജ്ജേട്ടനോട് അവിടെ നടന്നു വരുന്നുണ്ട്. കുറച്ച് കിട്ടിയെന്നൊക്കെയാണ് പറയും. സാധനം ഇതിലുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതാണ് നെയ്ച്ചിങ്ങ, അത്രേ പറയാനുള്ളൂ. എന്ത് അട്ടക്കൂടാ? അപ്പോൾ എല്ലാവരും നല്ല തിരക്കിട്ട പണിയിലായി. ഇപ്പോൾ ഇത് പോയിക്കണ്ടേ? കിട്ടിയാ? ഇതിവിടെ പറയുന്നുണ്ടോ? ഇതാണ് സംഭവം, കണ്ടില്ലേ? കുഞ്ഞിതാ കുഞ്ഞു സാധനം കണ്ടാ. ഇത് ആക്ച്വലി ഇതെങ്ങനെ കറി വെക്കല്? തോട് പൊളിച്ചിട്ടാ, ചൂട് ആക്കിയിട്ട് ചോട് പൊളിച്ചിട്ട് അങ്ങനെ ആയിരിക്കും. അഥവാ കറി ആക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഇതാടി ഒന്നും കൂടെ ഇതുണ്ടാവും. ഇതിങ്ങനെ ഒരു ഇല്ല സ്ഥലത്ത് കുറച്ചധികം ഇങ്ങനെ കാണാം കേട്ടോ. കൂട്ടത്തോടെ കാണും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവത്തില്ല. നമ്മളിങ്ങനെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേരം മഴയായിരുന്നു, ഇപ്പം ചെറിയ വെയിലൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, അത്രയും കിട്ടി. ആ പാക്കറ്റിന് അറിയോ? നിറഞ്ഞ കറി വെക്കാൻ പറ്റും. തോട് മാത്രം കണ്ടില്ലേ? ചില ടീം ഇങ്ങനെ ഒഴിച്ചിട്ട് പോകും. അത് നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാവുക. തോട് മാത്രമാണ്. ഇത് മൊത്തം താമരക്കുളല്ലേ? ഫുള്ള് ഇല ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ ഇത് മൊത്തം ഇങ്ങനെ വിരിഞ്ഞിട്ടുള്ള വൃത്തിയിൽ കാണാം. ഈ ഇലകൾ ഇങ്ങനെ നിൽക്കുന്നതാണ് തന്നെ നല്ല രസമുണ്ട്. ചെടി എടുത്തിട്ടുണ്ട് വേണ്ടേ? അതെ, വില്ലമ്മയാതെ മാക്സിയിൽ കൊണ്ടുപോകുന്ന പിടിക്ക്. എല്ലാരും തിരക്കിട്ട പണിയിലാണ്. വമ്പിച്ച പണിയിലാണ് എല്ലാരും ഉള്ളത്. ഇതുണ്ടോ തുമ്പ? ഇപ്പോഴധികം ഒന്നും കാണാൻ പറ്റാത്ത സാധനം ഇത്, തുമ്പ. ആഹാ, വില്ലമ്മ നല്ലോണം വരുന്നുണ്ടല്ലോ. പിന്നെ ഇതിൽ താമര മാത്രല്ല കേട്ടോ, ഇതാ ഫുള്ള് ഒരു ഇല. അതിൽ വിരിയുന്ന പൂവായത്. അത് അങ്ങ് തന്നെ പോന്നോ? നോക്കി, അടിപൊളി ഫ്ലവർ. ഇതില് ഫുള്ളായിട്ട് വിരിഞ്ഞു നിൽക്കും. ഇപ്പൊ അത് വിരിഞ്ഞിട്ടില്ല, ഈ ഒരെണ്ണം മാത്രമേ ഇപ്പൊ ഇവിടെ കാണുന്നുള്ളൂ. അത് ഞാൻ തന്നെ കൈയോടെ പറിച്ചിട്ടുണ്ട്, വേരടക്കം ഞാൻ പറിച്ചിട്ടുണ്ട്. സംഭവം അടി വേരുന്നുണ്ട്, ആ വെള്ളത്തിനുള്ളിലേക്ക് ഇങ്ങനെ പടർന്നു പോകുന്ന ഒരു വേരാട്ടെ. ഇത് പൂവണ്ട, എങ്ങനെയാണ് പൂവുണ്ടാവുക? ഇതിപ്പോ ഫുള്ള് വിരിഞ്ഞ നല്ല രസം ഉണ്ടാവും കാണാൻ. ഇവിടെ താങ്ക് യു.
കാഴ്ച. ഇവിടെ നെയ്ച്ചിങ്ങിന്റെ മുട്ട. ഇതാന്നിട്ട് അതിൻ്റെ മുട്ട. പൂവില്ലേ? ഭൂമിമുട്ടതിനെ പോലെ ഉണ്ടല്ലേ. അപ്പം ഇതാണ് സാധനം കേട്ടോ. അതിൻ്റെ മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതാ നോക്കിക്കൊണ്ട് നിൽക്കുക. കുറച്ചൊക്കെ കിട്ടി, ഇനി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഫുള്ളും വെള്ളം കയറിയിട്ടല്ലേ. ചാർജോട്ടിനൊക്കെ അവിടെ നിന്ന് കിട്ടിയാ കുറച്ചെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഉണ്ടാവുന്നതാണോ? ഇടയ്ക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗായ്സ്, അപ്പം നമുക്കൊരു കറി വെക്കേണ്ട തക്കോണമുള്ള സാധനം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കറി വെക്കൽ കുറച്ച് ടാസ്ക് പണിയാണ്. അതപ്പം നമുക്ക് നാളെ അത് കറി വെക്കുന്നത്, അതെങ്ങനെയാണ് കറി വെക്കുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ആ ഇറച്ചി എടുക്കുന്നതിനുള്ള വീഡിയോ ആയിട്ട് അപ്പം നാളെ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ കിട്ടില്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.